കോഴിക്കോട് മാവൂർ റോഡിലെ കോർപ്പറേഷന്റെ പൊതുശ്മശാനത്തിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ കഴിയാതെ മടക്കിയേറ്റ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ചൊവ്വാഴ്ച എത്തിയ 6 മൃതദേഹങ്ങളിൽ 4 സംസ്കരിക്കാൻ കഴിയാതെ മറ്റ് ശ്മശാനങ്ങളിലേക്ക് മാറ്റേണ്ടി വന്നു. ഗ്യാസ് ചേമ്പറുകൾ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ വാതകം ലഭിക്കാത്തതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. കോഴിക്കോട് നിന്ന് അനീഷ് ദേവസ്യ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ചെലവേറുന്ന അന്ത്യയാത്ര. കോഴിക്കോട് നഗരത്തിലെ പ്രധാന പൊതുശ്മശാനമായ സ്മൃതിപഥത്തിന്റെ പ്രവർത്തനം LPG ക്ഷാമം മൂലം നിലച്ചിരിക്കുകയാണ്. ഇവിടെ എത്തുന്ന മൃതദേഹങ്ങൾ സംസ്കരിക്കാനാവാതെ മടക്കി അയക്കേണ്ട ഗതികേടിലാണ് കോർപ്പറേഷൻ അധികൃതർ. ഒരു മൃതദേഹം സംസ്കരിക്കാൻ ശരാശരി 25 കിലോ ഗ്യാസ് ആവശ്യമാണ്. ഏകദേശം 1.5 സിലിണ്ടർ. ഒരേ സമയം 12 സിലിണ്ടറുകൾ ഘടിപ്പിക്കേണ്ട വാതക പ്ലാന്റിൽ നിലവിൽ 1 സിലിണ്ടർ പോലുമില്ല. കഴിഞ്ഞ ചൊവ്വാഴ്ച എത്തിയ 6 മൃതദേഹങ്ങളിൽ 4 മറ്റ് ശ്മശാനങ്ങളിലേക്ക് തിരിച്ചയക്കേണ്ടി വന്നു. LPG ക്ഷാമം രൂക്ഷമായതോടെ സ്മൃതിപഥത്തിന്റെ പ്രവർത്തനം നിലച്ചു. 2 ചൂളയുള്ളതിൽ 1 ചൂള ആയിരുന്നു പ്രവർത്തനക്ഷമമായിരുന്നില്ല. അത് ഇപ്പം പ്രവർത്തനക്ഷമമല്ല. ഇലക്ട്രിക് ശ്മശാനവും ഇപ്പോൾ പ്രവർത്തനക്ഷമമല്ല. പിന്നെ ഗ്യാസിൽ കൊണ്ട് മാത്രം ഓടിപ്പോയ ഒരു സ്ഥാപനമാണ് ഇതും ഇപ്പോൾ നിലച്ച മട്ടാണ്. ഗ്യാസ് ക്ഷാമത്തിന് പുറമെ ശ്മശാനത്തിലെ മറ്റു സംവിധാനങ്ങളും താറുമാറാണ്. വൈദ്യുത ചൂള തകരാറിലായിട്ട് 2 മാസത്തിലേറെയായി. ചകിരി ഉപയോഗിക്കുന്ന പഴയ ചൂള ഉപയോഗശൂന്യവും. ഇതോടെ ഗ്യാസ് ചേമ്പറുകളെ മാത്രം ആശ്രയിക്കുന്ന ശ്മശാനം ഇപ്പോൾ നിശ്ചലമാണ്. LPG ക്ഷാമം ഹോട്ടൽ വ്യവസായത്തെ മാത്രമല്ല മറ്റു പൊതുസേവനങ്ങളെ കൂടി ബാധിച്ചിരിക്കുന്നു എന്നതിന്റെ നേർചിത്രമാണ് സ്മൃതിപഥത്തിൽ കാണുന്ന ഈ കാഴ്ചകൾ. ഈ ദുരവസ്ഥയ്ക്ക് ഒരു പരിഹാരം വേണമെന്നാണ് ഉയരുന്ന ആവശ്യം. അനീഷ് ദേവസ്യ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.